ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ചെയ്തിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടി ബബിതേനെ കളിയാക്കിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. കളിയാക്കിയിട്ടല്ല, ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് അവർ കയറി വന്നത്. മനഃപൂർവ്വം തന്നെ ഇതൊക്കെ അവർ ചെയ്യുന്നത്. ഞാനേ ഇപ്പം അലീന ചേച്ചിക്ക് ഫുഡൊക്കെ എടുത്തു തരുന്നത് അവർക്ക് കാണണം. അപ്പൊ അലീന എന്ത് ചെയ്തു, കവിളിലൊന്ന് പിടിച്ച് നുള്ളി ഒരു ഉമ്മയൊക്കെ കൊടുത്തു. ദേ എന്റെ കവിളിൽ തൊടല്ലൂ കേട്ടോ, എന്നെ ഇങ്ങനെ ചെയ്യല്ലൂ കേട്ടോ, അതെനിക്ക് ഇഷ്ടമല്ല അലീന ചേച്ചി എന്ന് പറഞ്ഞപ്പം നിനക്ക് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ നിന്നിങ്ങനെ പിടിക്കുന്നതും നിന്റെ കവിളിൽ പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതൊക്കെ എനിക്ക് ഒത്തിരി 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 ഇഷ്ടമാണ്. അതെ, എനിക്ക് ഇപ്പൊ കഞ്ഞിയൊക്കെ തന്നു. നാളെ രാവിലെ എനിക്ക് ഞാൻ പറഞ്ഞ പെറോട്ടയും ചിക്കനും സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? പെറോട്ടയും ചിക്കനും ഒന്നും ഇവിടെ സംഘടിപ്പിച്ചു തരാൻ പറ്റത്തില്ല. നീ എന്തായി പറയുന്നത്? എനിക്ക് പെറോട്ടയും ചിക്കനും കഴിക്കാനാ തോന്നുന്നത്. സാധാരണ പനി പിടിച്ച് കിടക്കുന്നവർ കഴിക്കുന്നത് പൊടിയേരി കഞ്ഞിയാ. എന്നിട്ടും ഇത് ഞാൻ വെറും ചോറ് വെച്ചുണ്ടാക്കിയ കഞ്ഞിയാ തന്നത്. ഇത് തന്നെ എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. പിന്നെയാ ബെറോട്ടയും ചിക്കനും. അല്ല, ബെറോട്ടയും ചിക്കനും വേണമെങ്കിലേ താൻ തന്റെ അച്ഛനോട് എന്ന് പറയണം, ബെറോട്ടയും ചിക്കനും മേടിച്ചു തരുമല്ലോ. തന്റെ പൊന്നാര അച്ഛനല്ലേ എന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നാര അച്ഛനൊക്കെയാണ്, അച്ഛനോട് പറഞ്ഞ ബെറോട്ടയോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരും. പക്ഷേ എന്റെ ബബിത മോൾ എനിക്ക് മേടിച്ചു തരുന്ന പോലെ ആവത്തില്ലല്ലോ അത്. ഓ ബബിത മോള്, ബബിത മോളുടെ ഇത്രയൊക്കെ മതി. ഇതിൽ കൂടുതലൊന്നും ബബിത മോള് ഒന്നും തരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇത്രയൊക്കെ കഴിച്ചിട്ട് ഒരു കാര്യം ചെയ്യ്, റെസ്റ്റ് എടുക്കാൻ നോക്ക്. പെട്ടെന്ന് പനിയൊക്കെ കുറഞ്ഞാലേ കിച്ചണിലേക്ക് വന്ന് ഞങ്ങൾക്ക് വല്ലതൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്. ഞാൻ പോവുക. ബബിതയുടെ കയ്യിൽ നിന്നും കൊണ്ടുണ്ടാക്കിയതേ തിന്നത്തുള്ളൂ. ഞാനിപ്പോ തീറ്റിക്കാം എല്ലാത്തിനും, എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത്. ഞാൻ എല്ലാത്തിനും എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി തന്നെ തീറ്റിക്കാം. രാവിലെ ഞാന് ബെറോട്ടയും ചിക്കനും മാത്രമല്ല, വേണമെങ്കിൽ വലിയ ബിരിയാണിയും അതുപോലെ എന്താ വേണ്ടത്, മന്തി വേണോ, കൊണ്ടുതരണോ? കൊണ്ടുതരാം. ഞാൻ എല്ലാം ഞാൻ ഉണ്ടാക്കി ഫ്രണ്ടിൽ കൊണ്ടുവച്ച് തരാം. എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വെച്ചപ്പോഴത്തേക്കും കണ്ടില്ലേ തലേ കയറി നിരങ്ങുന്ന. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, ഞാൻ നിരങ്ങും. ഞാനേ എൻ്റെ അനിയത്തിയുടെ തലേ കയറിയില്ലേ നിരങ്ങുന്നത്. അപ്പോഴേ അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യ. പിന്നെ ബെറോട്ടയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി തരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഞാൻ നോക്കിക്കോളാം, ഞാന് എടുത്തോളാം പിന്നെ എന്നൊക്കെ പറഞ്ഞപ്പോ എന്തെടുത്തോളാം എന്ന് അലീന ചേച്ചി പറയുന്നത്. ഞാനൊന്നും പറഞ്ഞില്ലായേ, നിനക്ക് ഇവിടെ ഒത്തിരി ജോലിയില്ലേ, ഒരു കാര്യം ചെയ്യ, ജോലി എല്ലാം പോയി തീർക്കിട്ടോ. ഞാൻ ജോലി തീർത്തോളാം, എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണ്ട. അയ്യോ, എന്നാ പറഞ്ഞാലും കുറ്റമാണോ? എന്നാ പറഞ്ഞാലും കുറ്റമാ. വരിക അവിടെ കിടന്ന്, എന്തിനാ എണീറ്റിരിക്കുന്നത്? കിടക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു വെച്ചൊക്കെ കിടത്താണ് കേട്ടോ നമ്മുടെ ബബിത. എന്നിട്ട് ബബിത പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ തിരിഞ്ഞപ്പോഴത്തേക്കും ബബിത തന്നെ എന്നും പറഞ്ഞൊരു ശരിയൊക്കെ പാസ്സാക്കുന്നുണ്ട്. ഭവിതയ്ക്ക് സത്യത്തിൽ അലീനെ നോക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ അലീനെ കാണിക്കാൻ ഒരു ബുദ്ധിമുട്ട്, സ്വന്തം അഭിമാനം അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ബബിത താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാലചന്ദ്രൻ വരികയാണ്. അപ്പം ബാലചന്ദ്രൻ വന്നപ്പോഴത്തേക്കും അലീന കട്ടിലേൽ ഇങ്ങനെ കിടക്കാണ് കേട്ടോ. അപ്പൊ ഉറങ്ങിയിട്ടൊന്നുമില്ല, കിടക്കാണ്. അപ്പൊ ബാലചന്ദ്രൻ വന്നതേ അലീന എടുക്കാതെ, ഇപ്പൊ വേണ്ട വേണ്ട വേണ്ട, എണീക്കണ്ട, ഇവിടെ കിടന്നു റെസ്റ്റ് അല്ലേ, ഇനിയിപ്പൊ നിന്നെ എണീപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള എല്ലാം കൂടെ എന്റെ തലക്കിട്ട് കീറും, എന്റെ മെകിട്ട് കീറുന്ന് പറഞ്ഞപ്പം അത് പിന്നെ അച്ഛാ, ഇപ്പം എനിക്ക് പനി നല്ല കുറവൊക്കെ ഉണ്ട്, പക്ഷെ ഈ പനിയെ പെട്ടെന്ന് കുറയല്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെന്താടി, സാധാരണ പനി വരുന്നവര് പെട്ടെന്ന് കുറയണം എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ നിനക്ക് പനി വരുമ്പോ കുറയുണ്ടെന്ന് ഇത് ആദ്യമായിട്ടാണല്ലോ ഞാൻ കേൾക്കുന്നത്. അത് പിന്നെ വേറെ ഒന്നും അല്ല അച്ഛാ, ഇവരുടെ പരിചരണം, ഇവരുടെ സ്നേഹം, അവരുടെ ആത്മാർത്ഥത, ഇതെല്ലാം കണ്ടിട്ടേ അത് ഇനി കുറച്ച് ദിവസം കൂടി അനുഭവിക്കാൻ തോന്നുന്നു എനിക്ക്. അതൊക്കെ എനിക്ക് ആസ്വദിക്കണം അച്ഛാ. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഞാൻ എണീക്കില്ല. ഒരു 2-3 ആഴ്ചയെങ്കിലും ഇങ്ങനെ എനിക്ക് കിടക്കണം. എൻ്റെ അനിയനും എൻ്റെ അനിയത്തിമാരും ഒക്കെ ചേർന്ന് എന്നെ പൊന്നുപോലെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളം കയ്യിൽ വെച്ചാ കൊണ്ട് നടക്കുന്നത്. ഞാൻ സ്വപ്നം കാണുമെന്ന് വരെയാ എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഞാനിതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഞാനിതൊന്നും ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷെ അവരെന്നെ സ്നേഹിക്കുന്നത് കണ്ടേ എനിക്ക് തന്നെ എന്നോട് അസൂയ തോന്നുക എന്നൊക്കെ പറയുമ്പം, അതെ, നീ അവർക്ക് കൊടുത്തത് പിണ്ണാക്കോ കാടിവെള്ളമൊന്നും അല്ലല്ലോ, നീ അവർക്ക് കൊടുത്തത് സ്നേഹമല്ലേ. ഈ സാധനം കൊടുത്താൽ തിരിച്ച് കിട്ടും, അത് ഉറപ്പാണ്. അത് കൊടുത്താൽ തിരിച്ച് കിട്ടിയിരിക്കും. അതുകൊണ്ട് മോള് പേടിക്കൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇവിടെ സഹോദരങ്ങളുടെ സ്നേഹം കിട്ടണം എന്ന് പറഞ്ഞ് കിടക്കും. ഇതേ ഞാനാണ് ആകെപ്പാടെ ഇവിടെ തൊലഞ്ഞിരിക്കുന്നത്. കണ്ടോ,
ഇതാണ് ചുക്ക് കാപ്പി. എനിക്കിപ്പൊ ചുക്ക് കാപ്പി എവിടുന്ന് കിട്ടുന്നത്? ബബിതയോട് ചോദിക്കുമ്പം ഇത് കൂച്ചാ മതി, ഇത് അലീന ചേച്ചി കൂച്ചുന്നേ എന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നോ, ദേ എൻ്റെ കാര്യം അവതാളത്തിലാക്കരുത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എണീക്കണം. ദേ സഹോദരിമാരും സഹോദരന്മാരൊക്കെ ചേർന്നിട്ട് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ദേ എൻ്റെ തലയിൽ കയറി ഇത് കഞ്ഞി വെക്കാന് ആകരുതത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ആകപ്പാടെ കിട്ടുന്ന ഭക്ഷണം വാക്കി രുചി വെച്ച് വല്ലതും കിട്ടുന്നത് നീ ഉണ്ടാക്കുന്ന അലീന മോളെ, അതുകൂടെ നീ ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞപ്പോ ദേ ഒന്ന് പോയേച്ചാ. ബബിത നന്നായിട്ട് ഭക്ഷണം ഒക്കെ ഉണ്ടായിക്കോളും. അവിടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചോളാം. ഇനിയെല്ലാം എൻ്റെ കൈകളിലാണല്ലോ. എന്താ നീ പറഞ്ഞത്? ഇനിയെല്ലാം എൻ്റെ കൈകളിലാണല്ലോ എന്ന്. കാരണം ബബിതയും രോഹിത്തും കൃഷ്ണമോളും അച്ഛനും പിന്നെ ഇനി മേഡം മേഡത്തിന് മാത്രം ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മേഡം ഇനി എന്ന് മാറാനാ അച്ഛാ? മേഡത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ അച്ഛാ? എന്താ അച്ഛാ മേഡം ഇങ്ങനെ നിൽക്കുന്നത്? മാത്രമല്ല ഇവിടെ മേഡത്തിന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? എൻ്റെ കാര്യം നോക്കാന് ഇവിടെ 5-6 കൈകളുണ്ട്. പക്ഷേ മേഡത്തിന്റെ കാര്യങ്ങൾ അത് എങ്ങനെയാന്ന് വെച്ചപ്പോഴത്തേക്കും അവക്ക് കൈയൊന്നും വേണ്ടല്ലോ, അവക്ക് നാക്ക് മതിയല്ലോ. അവളുടെ കാര്യം നോക്കാൻ അവക്ക് നാക്ക് മതി അലീന. നാക്കിട്ട് അവൾ എല്ലാവരും ഇട്ട് വട്ടം ചുറ്റിച്ചോണ്ടിരിക്കുകയല്ലേ. ഒന്നൊന്നര നാക്കായി പോയത്. ദേ നീ അവളെ കുറിച്ച് ഓർത്ത് ബോധേടാകുകയേ വേണ്ട. ഇങ്ങോട്ടില്ലാത്ത സ്നേഹം അങ്ങോട്ട് കൊടുക്കുകയേ വേണ്ട. അത് പിന്നെ ഇങ്ങോട്ടില്ലാത്ത സ്നേഹം അങ്ങോട്ട് കൊടുക്കുമ്പോഴാണല്ലേ ഇങ്ങോട്ട് സ്നേഹം തോന്നുന്നവർക്ക് ആ സ്നേഹം ഇപ്പൊ തൽക്കാലം തോന്നണ്ട. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാ മതി. ഒരിക്കലും അവളുടെ സ്നേഹം കിട്ടുന്ന നീ പ്രതീക്ഷിക്കല്ലേ മോളെ. അവള് സ്നേഹിക്കത്തില്ല. അവളെ അങ്ങനെ ഒരു പിശാച, സ്നേഹിക്കാത്ത ഒരു പിശാച. ആരോടും ഒക്കെ സ്നേഹമില്ല. അവൾക്ക് അവളോട്ട് മാത്രമാണ് സ്നേഹമുള്ളത്. ബാക്കിയുള്ളവരെല്ലാം അവള് അടക്കി ഭരിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അവള് പറയുന്നത് കേട്ട് ഒരു വാലാട്ടി പട്ടിയെ പോലെ അവളുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അവള് നിൽക്കും. എന്നാലും ഒരു ചിരി പോലും നിനക്കറിയാലോ, സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരി പോലും ചിരിക്കാത്ത വെറും വൃത്തികെട്ട പുഴുത്തക്കെട്ട ശവം അവള്. അവളൊക്കെ നിന്നെ മകളേന്ന് വിളിക്കുന്നതിന് പകരം വേറെ തെരുവിൽ കിടക്കുന്ന വല്ല പെണ്ണുങ്ങളും വിളിക്കുകയാണെങ്കിൽ അതിനൊരു വില ഉണ്ടാകും, അതിനൊരു വാല്യൂ ഉണ്ടാകും. പിന്നെ ഈ ബാലചന്ദ്രനെ ചുമ്മാ ഇവിടെ നിൽക്കുന്നതല്ല. ബാലചന്ദ്രൻ ഒരുപാട് സഹിച്ച ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അറിയാലോ. ബാലചന്ദ്രനെ കൊണ്ട് പെങ്ങളെ വിവാഹം കഴിപ്പിക്കുമ്പം എന്തൊക്കെയായിരുന്നു. ഞാനേ ഒരുപാട് തവണ പുറകെ നടന്ന നിന്റെ അമ്മയുടെ. എന്നിട്ട് നിന്റെ അമ്മ വീണില്ല. എന്നിട്ട് പണമില്ല പോലും എനിക്ക്. നിന്റെ അമ്മാവന്മാരോട് ചെന്ന് ചോദിച്ചപ്പം പണമില്ലാത്തത് കൊണ്ട് വേലക്കാരന് പെണ്ണ് കൊടുക്കത്തില്ല. അങ്ങനെയാണല്ലോ, വേലക്കാരന്റെ മകന് പെണ്ണ് കൊടുക്കുവോ? എന്നിട്ട് ഞാൻ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ ഈ കാണുന്നത് അത്രയും. ആർക്ക് വേണ്ടി? അവളെ കെട്ടാൻ വേണ്ടി. അവളെ കെട്ടി അവളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി. എന്നിട്ട് ജീവിതം തുടങ്ങിയപ്പോഴോ അതൊന്നും പറയാതിരിക്കുന്ന ഭേദം. അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. ഇന്നേക്ക് ഇതുവരെ എൻ്റെ 3 കുഞ്ഞുങ്ങളെ അവൾ പ്രസവിച്ചിട്ടുണ്ട്, ശരിയൊക്കെയാണ്. പക്ഷെ ആത്മാർത്ഥമായി ഇന്നേക്ക് ഇതുവരെ അവളെന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് എനിക്ക് നെഞ്ചിൽ കൈവച്ച് തറപ്പിച്ചിട്ട് പറയാൻ പറ്റും. കാരണമേ അവൾ അങ്ങനെ എന്നെ കണ്ടത് ഒരു വാലാട്ടി പട്ടിയെ പോലെ തന്നെ. പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പലതും കണ്ണടച്ചു നിന്നു. മക്കൾക്ക് വേണ്ടി പലതും സഹിച്ചു. ഇനിയും എന്നെ ചതിച്ചു എന്നറിഞ്ഞിട്ടും ഞാൻ സഹിക്കണമല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്ന് വൈജയന്തി എൻ്റെ മുമ്പിൽ വന്ന് പറയുന്നോ, സത്യങ്ങളൊക്കെ എന്ന് തുറന്നു പറയുന്നോ, അന്ന് ഞാൻ അവളെ ചിലപ്പം അംഗീകരിച്ചിരിക്കും എൻ്റെ ഭാര്യയായിട്ട്. പക്ഷെ അതൊരിക്കലും നടക്കില്ല. അവളുടെ അഭിമാനം ഉണ്ടല്ലോ, ആത്മാഭിമാനം, ആ അഭിമാനവും കൊണ്ട് അവൾ നടക്കട്ടെ. അത് അവൾക്ക് വലിയ ആപത്തായിരിക്കും എന്ന് പറഞ്ഞപ്പം അച്ഛ വേണ്ടച്ച, വെറുതെ എന്തിനാ? ഞാൻ കാരണമാ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് കരുതിയല്ലേ അമ്മ ഇപ്പം എന്നോട് ഇങ്ങനെയൊക്കെ? അല്ല അലീനെ, നീ കാരണം തന്നെയാണല്ലോ പ്രശ്നം ഉണ്ടായത്. അച്ഛൻ ഇങ്ങനെയൊക്കെ നീ കാരണം തന്നെയല്ലേ പ്രശ്നം ഉണ്ടായത്. നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഞാന് സത്യങ്ങളൊക്കെ അറിഞ്ഞു. അയ്യോ അച്ഛൻ ഇങ്ങനെയൊന്നും മനസ്സിലാവണുണ്ട്. അതെ അലീനെ, നീ കാരണം ഇതൊക്കെ സംഭവിച്ചത്. ഞാന് ഇത്രയും നാളും പൊട്ടം കളിച്ചില്ലേ, അതിൽ നിന്ന് എനിക്കൊരു മുക്തി വന്നത് നീ കാരണമാ. അതുകൊണ്ട് ചേർത്ത് പിടിക്കുള്ളൂ, ഒരിക്കലും കൈവിടില്ല. അത് മാത്രല്ല, എന്നെ ഇപ്പൊ ഈ നിലയിൽ എത്തിച്ചതും നീ തന്നെയാ. എൻ്റെ മക്കളുടെ കണ്ണു തുറന്നു കൊടുത്തതും നീ തന്നെയാ. പിന്നെ നിന്നെ കൈവിടാൻ പറ്റുമോ എനിക്ക്? നീ എൻ്റെ സ്വന്തം മോളല്ലേ, നീ എൻ്റെ സ്വന്തം മോള്, എൻ്റെ മൂത്ത മോള്. അങ്ങനെയൊന്നും ഞാൻ നിന്നെ വിട്ടു കൊടുക്കില്ല അലീന ആർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. പിന്നെയാണ് നേരം പരപരാ വെളുക്കുന്നൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ പുത്തനച്ചി പുരപ്പുറമല്ല തൂക്കുന്നത്, മുറ്റം തൂക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ ബബിത. അപ്പം രാവിലെയൊക്കെ എണീറ്റു. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രമോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉച്ചയില്
വെട്ടം ഉദിച്ച് കഴിയുമ്പോൾ എണീക്കുന്നത് നമ്മുടെ ബബിതയാണ് എല്ലാത്തിനും മാറ്റം സംഭവിച്ചിരിക്കുന്നത്. രാവിലെ എണീറ്റ് മിറ്റമൊക്കെ അടിക്കുകയാണ്. ഭയങ്കര മിറ്റം വെളുപ്പിക്കുകയാണ് കേട്ടോ. ഏതായാലും നടുവ് കുത്തിയൊക്കെ പതുക്കെ എണീക്കുന്നുണ്ട് മിറ്റം അടിച്ചിട്ട്. നടുവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനക്കുന്നുണ്ട്. ഈ പണി ചെയ്യാതിരുന്ന് പണി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെ അതാണ് ബബിതയ്ക്ക് ഉള്ളത് കേട്ടോ. ഏതായാലും ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അലീന പതുക്കെ ജനലൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ദേ ആരാണ് മുറ്റം അടിക്കുന്നത്? നമ്മുടെ ബബിത. അത് കണ്ടിട്ട് അലീനയ്ക്ക് തന്നെ ചിരി വരുന്നു. നമ്മുടെ കൃഷ്ണമോള് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കൃഷ്ണമോള് അതായത് നമ്മുടെ ബബിത മുറ്റം അടിക്കുമ്പോഴത്തേക്കും ഇന്ന് പെരപ്പുറമല്ല അല്ലേ, ഇന്ന് മിറ്റം അല്ലേ തൂക്കുന്നതെന്ന് വെച്ചപ്പോ അതേടി പെരപ്പുറം ഞാനിപ്പം തൂക്കാടി അങ്ങോട്ട് വരുന്നുണ്ട്. അതെ നിന്നോട് പറഞ്ഞ ജോലിയൊക്കെ ചെയ്തോ? അവിടെ കുന്നുകൂടി കുറെ പാത്രം കിടപ്പുണ്ട്, അത് നീ കഴുകി വെച്ചോ. നിന്റെ റൂം വൃത്തിയാക്കിയോ? ലഞ്ച് ബോക്സിലൊക്കെ തന്നെ കയറി ഇരിക്കത്തില്ല ചോറൊക്കെ, അത് നമ്മൾ തന്നെ എടുത്ത് വെക്കണം. അതുപോലെ ടിഫിനും തന്നെ കയറി ഇരിക്കത്തില്ല. ഇതൊന്നും ചെയ്യാതെ എന്താടി നീ ഇവിടെ നിൽക്കുന്നത്? പോയി മര്യാദയ്ക്ക് പണി ചെയ്യടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉത്തരവേ ഞാൻ പോവാണേ. ഓ വലിയ മിറ്റോടിക്കാരി വന്നിരിക്കുന്നു, അടിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോള് അവിടെ നിന്ന് നേരെ ലഞ്ച് ബോക്സ് ഒക്കെ എടുക്കാനായിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ രോഹിത്തും ഇവരുടെ ഈ ഓട്ടപ്പാച്ചിലും ഒക്കെ കാണുന്നുണ്ട്. അതിനോടൊപ്പം നമ്മുടെ അലീനയുടെ അടുത്ത് രോഹിത്ത് ചെന്നിട്ട് അലീനനെ ബ്രഷ് ചെയ്യാൻ വേണ്ടി ബ്രഷൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രഷൊക്കെ ചെയ്യുന്ന അലീന തന്നെയാണ്, ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം നമ്മുടെ രോഹിത്തിനോട് ചെയ്ത ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്നേഹമൊക്കെ തിരിച്ചു കൊടുക്കാതെ പിന്നെ രോഹിത്ത് എവിടെ പോകാനാണ്? അങ്ങനെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്തെങ്കിലും വേണോ? ചായ എടുത്തോണ്ട് വരട്ടെ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറയുകയാണ്. അല്ല ചേച്ചിക്ക് എങ്ങനെയുണ്ട്, അസുഖമൊക്കെ കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പം കുറവുണ്ട് മോനെ, പക്ഷേ എനിക്ക് ഇങ്ങനെ കുറച്ച് നാളും കൂടെ കിടക്കാനൊക്കെയാ തോന്നുന്നത്. അത് ഞാൻ ഇന്നലെ അച്ഛനോട് പറഞ്ഞായിരുന്നു. അതെന്താ ഇവിടെ ഇങ്ങനെ കിടക്കാൻ തോന്നുന്നത്? അല്ല ഞാൻ എന്നെ പരിചരിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതൊക്കെ കണ്ടിട്ടേ എനിക്കിവിടെ നിന്ന് എണീക്കാൻ തോന്നുന്നതേ ഇല്ലെന്നേ. ഓഹോ, അപ്പം അടവ് പിടിച്ച് കിടക്കാനാണോ തീരുമാനിച്ചേക്കുന്നത്? ഇതിവിടുത്തെ മേട പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പോകിലായിരിക്കും. എനിക്കറിയാം, ഇവിടുത്തെ മേട പറഞ്ഞാൽ പോകിലായിരിക്കും. അതെ രോഹിത്തെ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? അല്ല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? അതൊന്നും അറിയില്ല. ബബിത എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. രാവിലെ അടുക്കളയിൽ കയറി, ഇപ്പം മുറ്റം അടിക്കാനും ഇറങ്ങിയിട്ടുണ്ട്. അറിയത്തില്ല പിന്നെ എന്തായി തീരുന്ന് എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ അലീന പറഞ്ഞു, ചെയ്യട്ടെ, എല്ലാം ചെയ്ത് പഠിക്കട്ടെ. അവളിപ്പോ ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവക്കെല്ലാം വിട്ടുതരാനേ കുറച്ച് മനപ്രയാസം ഉണ്ട്. അതൊക്കെ പതുക്കെ അവള് വിട്ടോളും. ഇതിപ്പം അവളുടെ ഒരു അഭിമാനം ഉണ്ടല്ലോ, അലീന ചേച്ചി പറയുന്നത് കേൾക്കുക എന്നൊരിതുണ്ടല്ലോ, അതൊക്കെ അവളുടെ മനസ്സിലുള്ളത് കൊണ്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് മുഖത്തൊരു ചെറിയ ഗൗരവത്തോടു കൂടി നിൽക്കുന്നത്. അവള് പാവ മോനെ, പാവ, അവൾക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ അവൾക്കും അറിയാം എന്നൊക്കെ പറയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഇവര് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ ബബിത എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ടോ? കുറെ നേരമായി ഞാൻ ഇവിടെ കിടന്ന് അലർന്നു, ആർക്കും ഒരു ഉത്തരവാദിത്വ ബോധമില്ല. വന്നിരിക്കുന്നുണ്ടോ? ബബിത നിനക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ? ബബിത നല്ല കൃഷ്ണമോളെ, നിനക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ? നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിന്ന് കറങ്ങുന്നേ? അല്ല ചേച്ചിയല്ലേ പറഞ്ഞത് കിച്ചണിലെ പാത്രം കഴുകി വെക്കാനും തുണി അലക്കാനൊക്കെ? അപ്പൊ അതല്ലേ ഞാൻ ചെയ്തത്. ഓ നീ ഇപ്പൊ ഇവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പിടിച്ചിരുത്തി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാം. പതുക്കെ നമ്മുടെ കൃഷ്ണമോള് ബബിതയുടെ മുഖത്ത് നോക്കിയിട്ട് അലീന ചേച്ചിക്ക് പഠിക്കുവാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അലീന ചേച്ചിക്ക് പഠിക്കാനോ? ഞാൻ എന്തിനാ അലീന ചേച്ചിക്ക് പഠിക്കുന്നത്? ഞാനേ ബബിതയ്ക്ക് തന്നെയാ പഠിക്കുന്നത്, എനിക്ക് വേണ്ടി തന്നെയാ പഠിക്കുന്നത്. ആയിക്കോട്ടെ എന്നൊക്കെ പറയാ. ഈ സമയത്ത് ബാലചന്ദ്രന് വരുന്നുണ്ട്. ബാലചന്ദ്രന്റെ മക്കളുടെ ഈ സ്നേഹം കണ്ടിട്ട് ഒരുപാട് സന്തോഷമാവാണ്. ആ ഡൈനിങ് ടേബിളിൽ സത്യം പറഞ്ഞ ഒരു സ്വർഗം തന്നെയാണ് തീർക്കുന്നത്. ബബിതയും രോഹിത്തും കൃഷ്ണമോളും നമ്മുടെ ബാലചന്ദ്രനും ഒക്കെ ചേർന്ന്. അയ്യോ, ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാനാകാതെ നമ്മുടെ വൈജ അവിടെ നിപ്പോട്ടെ. ഇതൊക്കെ കണ്ട് ശ്വാസം മുട്ടി പെരുകി ഇപ്പൊ ചത്തുപോകുന്ന പറയുന്ന ഹിപ്പോപ്പൊട്ടാമസിനെ പോലെയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. ഇതിലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ ഓരോ ദിവസവും വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഫുൾ വിശേഷവും വൈകിട്ട് പ്രമവിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താറുണ്ട്. അപ്പൊ എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതുപോലെ നെഗറ്റീവ് ആണെങ്കിലും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.